കലാഭവൻ സരിക ഇത് വേണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ടാസ്ക്കായിരുന്നു വൃത്തിയില്ലാത്തവരുടെ പേര് നിർദ്ദേശിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അനു വന്നിട്ട് പറഞ്ഞത് രേണുസുധിയുടെ പേരായിരുന്നു. രേണുസുധി തല നന്നായിട്ട് സൂക്ഷിക്കുന്നില്ല എന്നും ദിവസേന കുളിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ തലയിൽ നിറയെ പേനാണ്, മുടിയൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇടുന്നു എന്നൊക്കെ അനു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ എല്ലാവരും കേട്ടോണ്ടൊക്കെ ഇരുന്നതിന് ശേഷം രേണുസുധി വൻ വിഷയമൊക്കെ ആക്കിയിട്ട് ഭയങ്കര കരച്ചിലും ഞാൻ ക്വിറ്റ് ചെയ്ത് പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ കലാഭവൻ സരിക കൂട്ടമായിട്ടിരുന്നിട്ട് രേണുവിനെ കളിയാക്കുന്നതാണ്. ഒരാളുടെ നിസ്സഹായാവസ്ഥയെ മുതലെടുക്കുന്നതായിട്ട് തോന്നി കേട്ടോ. നമ്മുടെയൊക്കെ ക്ലാസ്സിലൊക്കെ കാണുമല്ലോ, നമ്മൾ ഒന്ന് മാറുമ്പോൾ കൂട്ടം കൂടിയിരുന്ന് നമ്മളെ കളിയാക്കുന്ന ഒരു കുട്ടി, അതുപോലെയൊക്കെയാണ് കേട്ടോ സരിക. കൂട്ടമായിട്ട് ഒരുപാട് പേരുടെ കൂടെ ഇരുന്നിട്ട് രേണു എങ്ങനെയാണ് തല ചൊറിയുന്നത്, തല ചൊറിഞ്ഞതിന് ശേഷം പേനെടുത്ത് എങ്ങനെയാണ് കളയുന്നത് എന്നൊക്കെയാണ് കേട്ടോ കൂട്ടമായിട്ടിരുന്ന് കാണിക്കുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി അത് പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിരിച്ച് കിടന്നൊക്കെ അങ്ങ് ചിരിക്കുകയാണ്. ചിരിച്ചതിന് ശേഷം ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട്, ഇതെങ്ങാനും കാണുന്നുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നി. ഒരാളുടെ ഒരു നിസ്സഹായാവസ്ഥയാണല്ലോ. അപ്പോൾ രേണു തന്നെ പറയുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പിന്നാലെ ഇങ്ങനെ കൂട്ടമായിട്ടിരുന്ന് കളിയാക്കി ചിരിക്കുന്നത് ഒരു നല്ലതല്ലാത്തതായിട്ട് തോന്നി കേട്ടോ. കലാഭവൻ സരിക ഒരു മിമിക്രി ആർട്ടിസ്റ്റും അതുപോലെ തന്നെ കോമഡിക്കാരിയൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും ഇത് വേണ്ടായിരുന്നു. ഇന്നലെ വരെ രേണുവിൻ്റെ പ്രശ്നത്തിന് കൂടെ നിന്ന് രേണുവിൻ്റെ കൂടെ തന്നെ നടന്നതിന് ശേഷം രേണു ഇല്ലാത്ത സമയം നോക്കി കൂട്ടം ചേർന്നിരുന്നതിന് ശേഷം രേണു എങ്ങനെയൊക്കെയാണ് ഇന്നലെ ആ സിറ്റുവേഷനിൽ കാണിച്ചത്, രേണു എന്തൊക്കെയാണ് അപ്പോൾ തല ചൊറിഞ്ഞത് എങ്ങനെയാണ്, പേനെടുത്ത് കളഞ്ഞത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കാണിച്ച് കളിയാക്കി ചിരിക്കുന്നത് ഒരു നല്ല പ്രവൃത്തി അല്ലാത്തതുപോലെ തോന്നി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.